ഹലോ, വെൽക്കം വൺസ് അഗെയിൻ ടു ലിറ്റിൽ ലോകനാസ് ലൈഫ് കോച്ച് തിലാവ്. അപ്പോൾ ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയി കൃഷ്ണനാട്ടം കണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു. അപ്പോൾ അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ബാണയുദ്ധം കൃഷ്ണനാട്ടത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ അവിടെ ഒരു തൂണിലിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഉണ്ട് പെട്ടെന്നൊരു എട്ടുകാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ വംശജനൊന്നുമല്ല. എൻ്റെ മോൻ പറയുന്നുണ്ട് ചിലപ്പോൾ ആരുടെയെങ്കിലും ഫ്ലൈറ്റിൽ ഓസ്ട്രേലിയയിൽ നിന്ന് കയറി വന്നായിരിക്കുന്നു. അങ്ങനെ ദേഹമൊക്കെ രോമമുള്ള കണ്ണൊക്കെ മുന്നിലായിട്ടുള്ള ഒരു എട്ടുകാലി ഇങ്ങനെ എൻ്റെ നേരെ വരിക. അപ്പോൾ കൃഷ്ണനാട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും വിധത്തിൽ എഴുന്നേറ്റ് ബഹളം വെച്ച് കഴിഞ്ഞാൽ അവിടെ ആകെ ഒരു പ്രശ്നം ആകും. പ്രശ്നമല്ല, ഒരു സീനാകും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗുരുവായൂരപ്പനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു, എന്ത് വന്നാലും അത് വരട്ടെ, എന്താ സംഭവിക്കുന്നത് നോക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം ഒരു സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന സംഗതിയാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ആ കയ്യിലിരുന്ന ബാണയുദ്ധത്തിൻ്റെ വിശദീകരണമുള്ള ഒരു ചെറിയ നോട്ടീസ് കൊണ്ട് അതിനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ എറിഞ്ഞു. അത് മേളക്കാരുടെയും ആട്ടക്കാരുടെയൊക്കെ ഇടയിലൂടെ കുറേ ദൂരം പോയി അപ്രത്യക്ഷമായി. അപ്പം എനിക്കത് ഭയങ്കര കാരണം ഞാൻ അങ്ങനെ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ശരിക്കും പോയത് തന്നെ. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും അപ്പോൾ ഞാൻ പറഞ്ഞു, സത്യഭാമയുടെയും കൃഷ്ണൻ്റെ എത്രത്തോളം കെയർ ചെയ്യുന്നു സത്യഭാമ എന്നുള്ളതാണ് ഞാനവിടെ ബാണയുദ്ധത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഒരു ഭാര്യയും ഭർത്താവും എത്രത്തോളം പരസ്പരം സ്നേഹിക്കണം, എത്രത്തോളം അവർ ബന്ധത്തിൽ ട്രസ്റ്റ് വർത്തി ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു മഹത്തായ കാര്യമാണ് എനിക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പിന്നെയും കണ്ടു. കൃഷ്ണനാട്ടം അതിമനോഹരമായിട്ട് അവസാനിച്ചു. ശിവനെയും പാർവതിയും മുരുകനെയും ഗണപതിയും ഒക്കെ കണ്ടു. എല്ലാവരും ഒന്നിച്ച് വൈകുണ്ഠത്തിലും കൈലാസത്തിലും ഒക്കെ പോയൊരു അനുഭവമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എപ്പോഴും ഗുരുവായൂരത്തെ ചിന്ത മാത്രമേ ഉള്ളൂ. വീണ്ടും ഞാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ പിന്നീട് ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് പിറ്റേ ദിവസം ഭഗവാനെ കാണാനായിട്ട് ക്യൂവിലൊക്കെ ഇരുന്നപ്പോൾ വീട്ടിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവാത്ത പല കാര്യങ്ങളും വളരെ സമാധാനത്തോടെ പറയാൻ കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാനത് മനസ്സിലാക്കിയൊരു കാര്യം, ഭാര്യയുടെ നേർക്ക് വരുന്ന ഒരു വിഷജന്തുവിനെ അല്ലെങ്കിൽ ഒരു ചിന്തയെ അല്ലെങ്കിൽ ഒരാളിനെ അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസിനെ എങ്ങനെ ഒരു വലിയ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി എത്ര റിസ്ക് എടുത്തും ഭർത്താവിനും നേരെ തിരിച്ചും കേട്ടോ, ഇത് ഒരാളുടെ കാര്യമല്ല, ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കാര്യമാണ്. അപ്പോൾ ഭർത്താവിന് നേരെ വരുന്ന ഏതൊരു പോയ്സണസ് ആയിട്ടുള്ള കാര്യത്തിനെയും ഭാര്യ എങ്ങനെ തന്മയത്വത്തോടെ ആ ഒരു ബുദ്ധിയോടെ വിവേകത്തോടെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടി ഭഗവാൻ വിട്ട പോലെയാണ് ആ ഒരു എട്ടുകാലി. കാരണം ഞാൻ എൻ്റെ ഈ ജീവിതത്തിനിടയിൽ അങ്ങനെ ഒരു എണ്ണത്തിനെ നമ്മുടെ ഇത് കണ്ട, ശരിക്കും അത് ഇന്ത്യൻ അല്ല. അപ്പം ഇത്രയും മേളവും ഇത്രയും ബഹളവും ഇത്രയും വൃത്തിയും ഇത്രയും ഒക്കെ ആൾക്കാരുമുള്ളിടത്ത് എങ്ങനെ ആ ഒരു വലിയ എട്ടുകാലി എൻ്റെ അടുത്തേക്ക് മാത്രം വന്നു എന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്നാണ്. അപ്പം അങ്ങനെ ഗുരുവായൂരെത്തിയാൽ നമുക്ക് മറക്കാനാവാത്ത നമ്മുടെ ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനൊക്കെയാണ് ഗുരുവായൂരപ്പൻ തരുന്നത്. അതിന് ഗുരുവായൂരപ്പനുള്ള സ്നേഹവും വിശ്വാസവും ഭക്തിയും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. താങ്ക് യു സോ മച്ച്.